നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കുവൈറ്റ് വിദേശയാത്രകൾക്കുള്ള വിലക്കുകൾ നീക്കിയിരുന്നു. വിലക്ക് പിൻവലിച്ച ആദ്യ ദിവസം എത്തിച്ചേർന്നത് 3518 യാത്രക്കാരാണ്. എന്നാൽ ഇന്ത്യ ഉൾപ്പെടെ 5 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് നേരിട്ട് പ്രവേശനമില്ലാത്തതിനാൽ തന്നെ ആ ബുദ്ധിമുട്ട് തുടരുകയാണ്. ആദ്യ ദിവസം മൊത്തം 88 വിമാന സർവീസുകൾ, ഇതിൽ 42 സർവീസുകൾ രാജ്യത്തിന് പുറത്തേക്ക് നടന്നു. 46 സർവീസുകൾ വിവിധ രാജ്യങ്ങളിൽ കുവൈറ്റിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. പക്ഷേ ആരോഗ്യ മന്ത്രാലയത്തിന്റെ മാനദണ്ഡങ്ങൾ അനുസരിക്കാതെ എത്തിയ ചില യാത്രക്കാരെ അതേ വിമാനങ്ങളിൽ മടക്കി അയച്ചു. DGCA അധികൃതർ ആണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. എന്നാൽ കുവൈറ്റിലേക്ക് വിദേശികൾക്ക് എത്താൻ സാധിച്ചതോടെ വലിയ സന്തോഷത്തിലാണ് ഇവർ. കാരണം മാസങ്ങൾക്ക് ശേഷമാണ് ഇവർ ഇവിടേക്ക് എത്താൻ സാധിച്ചത്. ആദ്യ ദിവസം എത്തിയവരിൽ ഭൂരിഭാഗവും ലെബനൻ, ജോർദൻ, മറ്റ് അറബ് രാജ്യങ്ങൾ കൂടാതെ യൂറോപ്യൻ രാജ്യങ്ങൾ എന്ന സ്ഥലങ്ങളിൽ എത്തിയവരായിരുന്നു. അതേസമയം ഇന്ത്യയിൽ നിന്ന് നേരിട്ടുള്ള വിമാന സർവീസുകൾ ഒട്ടും താമസിയാതെ തുടങ്ങുമെന്ന് വ്യോമയാന വകുപ്പ് മേധാവി എഞ്ചിനീയർ യൂസഫ് അൽ ഫൗസാൻ പറഞ്ഞു. പൂർണ്ണമായ വാക്സിനേഷൻ കിട്ടിയ പ്രവാസികൾക്ക് ഓഗസ്റ്റ് 1 മുതൽ രാജ്യത്തേക്ക് മടങ്ങിയെത്താൻ അനുമതി നൽകാൻ കുവൈറ്റ് ക്യാബിനറ്റ് തീരുമാനം എടുത്തിരുന്നു. എന്നാൽ ഇന്ത്യ അടക്കമുള്ള 5 രാജ്യങ്ങൾക്ക് നേരിട്ട് പ്രവേശനം റദ്ദാക്കുകയാണ് ചെയ്തത്. 7 മാസമായി വിദേശ സർവീസുകൾക്കുള്ള വിലക്ക് തുടരുകയാണ്. ഞായറാഴ്ച മുതൽ വിദേശികൾക്ക് കുവൈറ്റിലേക്ക് മടങ്ങി ചെല്ലുവാൻ അവസരമൊരുക്കുകയായിരുന്നു. എന്നാൽ ഇതിനു മുന്നേ മുസാഫർ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. രാജ്യത്ത് റെസിഡൻസി വിസയുള്ളവരും ഫൈസർ, ആസ്ട്രസെനക, മൊഡേണ വാക്സിനുകളുടെ 2 ഡോസുകളോ ജോൺസൺ ആൻഡ് ജോൺസന്റെ 1 ഡോസോ എടുത്തവരുമായ പ്രവാസികൾക്ക് മാത്രമാണ് പ്രവേശനാനുമതി നൽകുന്നത്. യാത്രയ്ക്ക് മുന്നേ വാക്സിനേഷൻ വിവരങ്ങളടക്കം ഷലോനിക് ആപ്പിലും കുവൈറ്റ് മുസാഫർ പ്ലാറ്റ്ഫോമിലും അപ്ലോഡ് ചെയ്ത് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചിരിക്കണം. ആപ്പിൽ ഇമ്മ്യൂൺ സ്റ്റേറ്റസ് വ്യക്തമാക്കുന്ന ഗ്രീൻ കളർ കോഡ് കിട്ടുന്നവർക്ക് മാത്രമായിരിക്കും അനുവാദം ലഭിക്കുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.